1 മുതൽ ACC വരെയുള്ള വിദ്യാർത്ഥികൾ ഒരുക്കിയ വിശ്വാസ സത്യങ്ങളെ ആസ്പദമാക്കിയുള്ള ചിത്രീകരണം കൊണ്ട് ശ്രദ്ധ ആകർഷിച്ചിരിക്കുകയാണ് സെന്റ് റാഫേൽ ചർച്ച് കല്ലൂർ ഈസ്റ്റ്. ഉൽപ്പത്തി പുസ്തകം മുതൽ സഭ ഇന്ന് എവിടെ വരെ എത്തിയിരിക്കുന്നത് എന്നതിനെ ആസ്പദമാക്കിയാണ് ഇവിടുത്തെ ഓരോ ദൃശ്യങ്ങളും ആവിഷ്കരിച്ചിരിക്കുന്നത്. സഭയുടെ 2 പാരമ്പര്യങ്ങളാണ് ബൈബിളും വിശുദ്ധ പാരമ്പര്യവും. ഇതിനെ അടിസ്ഥാനമാക്കിയാണ് സഭയുടെ പ്രവർത്തനങ്ങളെല്ലാം തന്നെ. പ്രത്യേകിച്ച് ബൈബിള്, ആരാധനാക്രമം, കൗൺസിലുകൾ, തിരുസഭാ ചരിത്രം, ഭാരത സഭാ ചരിത്രം, വിവിധ കോൺഗ്രിഗേഷനുകൾ എന്നിവയെല്ലാം അടിസ്ഥാനമാക്കിയാണ് ഈ എക്സിബിഷൻ ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ വർഷവും എക്സിബിഷൻ ഉണ്ടായിരുന്നുവെങ്കിലും അതിനേക്കാൾ ഒത്തിരിയേറെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട് ഈ വർഷം. പഠന ക്ലാസ്സുകളിൽ മാത്രം ഒതുങ്ങി നിൽക്കാതെ ജീവിതത്തിലേക്കുള്ളൊരു ചെറിയൊരു വെട്ടം നൽകുക എന്നുള്ളതാണ് ഇതിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള സന്ദേശം. എൻ്റെ പേര് ഫിബിൻ. ഞാൻ കല്ലൂർ സെൻറ്റ് റാഫേൽ ചർച്ച് കല്ലൂർ ഈസ്റ്റിലെ കാറ്റഗിസം പ്രിൻസിപ്പാളാണ്. ഉൽപ്പത്തി 1 മുതൽ സഭ ഇന്ന് എവിടെ എത്തി നിൽക്കുന്നു എന്നുള്ളൊരു കാര്യമാണ് നമ്മളിന്ന് ഈ ഒരു എക്സിബിഷനോട് ഉദ്ദേശിക്കുന്നത്. 1-ാം ക്ലാസ് മുതൽ 4-ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് പഞ്ചഗ്രന്ഥിയാണ് കൊടുത്തിട്ടുള്ളത്. 5-ാം ക്ലാസ്സിലത്തെ കുട്ടികൾക്ക് പ്രബോധനങ്ങളും പ്രവചനങ്ങളുമാണ് അവർക്ക് വിഷയമായിട്ട് കൊടുത്തിട്ടുള്ളത്. 6-ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് സുവിശേഷങ്ങൾ, ഈശോയുടെ ജനനം മുതൽ ഉത്ഥാനം വരെയുള്ള ഭാഗങ്ങളാണ് 6-ാം ക്ലാസ്സിലെ കുട്ടികൾ അവതരിപ്പിക്കുന്നത്. 7-ാം ക്ലാസ്സിലെ കുട്ടികൾ അവതരിപ്പിക്കുന്നത് അപ്പോസ്തല പ്രവർത്തനങ്ങളും ലേഖനങ്ങളുമാണ് അവർ എക്സിബിഷൻ ചെയ്യുന്നത്. 8-ാം ക്ലാസ്സിലെ കുട്ടികൾ കൂദാശകളാണ് അവർ എക്സിബിഷൻ ചെയ്യുന്നത്. 9-ാം ക്ലാസ്സിലെ കുട്ടികൾ കോൺഗ്രിഗേഷൻസിനെ കുറിച്ചാണ് അവർ അവതരിപ്പിക്കുന്നത്. 10-ാം ക്ലാസ്സിലെ കുട്ടികൾ ഭാരതസഭാ ചരിത്രവും ഭാരതസഭയിലെ വളർച്ചയൊക്കെയാണ് 10-ാം ക്ലാസ്സിലെ. അതുപോലെ ഭാരതസഭയിലെ നമ്മുടെ കേരളത്തിൻ്റെ കലാരൂപങ്ങളൊക്കെയാണ് അവർ എക്സിബിഷനായിട്ട് ചെയ്യുന്നത്. 11-ാം ക്ലാസ്സിലെ കുട്ടികളെ എക്സിബിഷൻ ചെയ്യുന്നത് ആരാധനാക്രമത്തെക്കുറിച്ചാണ്, ലിറ്റർജിയെക്കുറിച്ചാണ് അവർ അവതരിപ്പിച്ചിട്ടുള്ളത്. 12-ാം ക്ലാസ്സിലെ കുട്ടികളെ അവതരിപ്പിച്ചിട്ടുള്ളത് ആഗോള കത്തോലിക്ക സഭയെക്കുറിച്ചാണ് അവർ വിശദീകരണം അവിടെ നൽകുന്നത്. ACC ക്ലാസ്സിലെ കുട്ടികൾ കൗൺസിലുകളെ കുറിച്ചാണ് അവതരിപ്പിച്ചിട്ടുള്ളത്. എന്നെ സംബന്ധിച്ചതൊരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. ഞാൻ മാനന്തവാടി രൂപതയ്ക്ക് വേണ്ടി പഠിക്കുന്ന ഒരു ബ്രദറാണ്. എന്നെ സംബന്ധിച്ച് പറയുമ്പോൾ എന്താ പറയുക, ഓരോരോ പിള്ളേരും ഓരോരോ കുട്ടികളും നമ്മളിപ്പോൾ ഓരോരോ സ്ഥലത്തേക്ക് പോകുമ്പോഴും എന്നെ സംബന്ധിച്ച് പുതിയ പുതിയ അറിവുകളാണ് അവർ പറഞ്ഞു തരുന്നത്. എന്തുമാത്രം ജനങ്ങളിലേക്ക് അവരുടേതായ ആശയങ്ങൾ പങ്കുവയ്ക്കാൻ പറ്റുമോ അത്രമാത്രം ആഴത്തിൽ അവർ പങ്കെടുക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ പിള്ളേരുടെ വലിയൊരു അധ്വാനം, പിള്ളേർ നമുക്ക് ഓരോരുത്തരും പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും എന്തുമാത്രം ആഴത്തിൽ അവർ അതിനെക്കുറിച്ച് പഠിച്ചിട്ടുണ്ട്, എന്തുമാത്രം കൃത്യമായിട്ട് അവർ പറഞ്ഞ് മനസ്സിലാക്കി തരുന്നുണ്ട്. അതിനെക്കുറിച്ച് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. നമ്മുടെ കുട്ടികൾക്ക് വലിയൊരു ബെനിഫിറ്റാണ് ഈ ഒരു എഫേർട്ട് കൊണ്ട് ഉണ്ടാകുന്നത്. കഴിഞ്ഞ ഒരാഴ്ച മുഴുവൻ ടീച്ചേഴ്സും കുട്ടികളും ഇതിൻ്റെ പിന്നിൽ തന്നെയായിരുന്നു. അതിനു മുന്നേ ഞങ്ങൾ പ്ലാൻ ചെയ്തു തുടങ്ങി. എൻ്റെ ക്ലാസ്സിൽ പ്രത്യേകമായിട്ട് സഭാചരിത്രം എന്ന് പറഞ്ഞൊരു വിഷയമാണ് കിട്ടിയിട്ടുള്ളത്. ഈ ഒരു സഭാചരിത്രത്തെക്കുറിച്ച് ആദ്യം മുതലേ ഈശോ മരിച്ച് പെന്തക്കോസ്ത മുതലേ ഇന്ന് വരെയുള്ള ചരിത്രത്തെക്കുറിച്ച് എൻ്റെ ക്ലാസ്സിൽ പഠിക്കുന്ന എല്ലാ കുട്ടികൾക്കും തറോ നോളജ് ലഭിച്ചു. പിന്നെ അവരതിനെ ക്രിയേറ്റീവായിട്ട് എങ്ങനെ ഒരു ചെറിയ കുട്ടിക്ക് പോലും മനസ്സിലാക്കുന്ന വിധത്തിൽ അത് അവതരിപ്പിക്കാൻ പറ്റുമെന്ന് ചിന്തിച്ചുകൊണ്ട് അവർ വളരെ മനോഹരമായിട്ട് അത് ക്രിയേറ്റ് ചെയ്യാണ് ചെയ്തത്. അപ്പോൾ അവരുടെ ക്രിയേറ്റിവിറ്റി ഒരുപാട് വളർന്നു. ഈ സഭയെക്കുറിച്ചുള്ള ജ്ഞാനം വളർന്നു. സഭ എങ്ങനെയാണ് ഇങ്ങനെ ഹൈറാർക്കിക്കൽ ഓർഡർ ആയത്, സഭ എന്താണ് മനുഷ്യ മക്കളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്, ഇതെല്ലാം അവർക്ക് കിട്ടിക്കഴിഞ്ഞു. രണ്ടാമതായിട്ട് എനിക്ക് ഫീൽ ചെയ്തത് പാരൻസിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു റെസ്പോൺസാണ്. പാരൻസ് എപ്പോഴും പറയും, സിസ്റ്റർ ഇത് നന്നായി, കാരണം ഈ മൊബൈൽ നോക്കിയിരിക്കുന്ന കുറെ സമയം ഇവിടെ പോയി. മൊബൈൽ നോക്കിയിരുന്ന് അത് നോക്കി ഇത് നോക്കി അതൊക്കെ മാറി ഇവർ ക്രിയേറ്റീവായിട്ട് ചിന്തിച്ചു. മൂന്നാമതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇവരുടെ ഒരു കൂട്ടായ്മ വർദ്ധിച്ചു. കാറ്റഗിസം ഇങ്ങനെ വെറുതെ കുറച്ച് സമയം വന്ന് പഠിച്ച് തിരിച്ചു പോകുന്ന ഒരു അവസ്ഥയിൽ നിന്ന്
ഇവർ തമ്മിലുള്ള ഒരു ബന്ധം വളരെ നന്നായിട്ട് ആഴപ്പെട്ടു. ഈ കല്ലൂർ ഈസ്റ്റ് ഇടവകയിലെ വിശ്വാസ പരിശീലന യൂണിറ്റിൻ്റെ നേതൃത്വത്തിൽ നടന്ന ഈ സംരംഭത്തെ, ഇനീഷ്യേറ്റീവിനെ പ്രത്യേകമായിട്ട് അനുമോദിക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇവിടെ മനോഹരമായ ദൃശ്യങ്ങൾ അവതരിപ്പിച്ചെന്ന് മാത്രമല്ല, ആ ദൃശ്യങ്ങൾ കുട്ടികൾ തന്നെയാണ് വിശദീകരിച്ചു തരുന്നത്. വിശുദ്ധ ഗ്രന്ഥത്തിലെ ചില കാര്യങ്ങൾ, എല്ലാ കാര്യങ്ങളും, അതുപോലെ സഭയുടെ പാരമ്പര്യത്തിൽ നിന്നുള്ള കാര്യങ്ങൾ, സഭയുടെ ആരാധനക്രമം, വിശുദ്ധ കുർബാന, അങ്ങനെ തുടങ്ങി വിവിധ മേഖലകൾ ഇവരിവിടെ അവതരിപ്പിക്കുകയുണ്ടായി. സഭയുടെ പുരാതനമായ കലാരൂപങ്ങൾ, ഇതെല്ലാം ഇടവക്കാർക്ക് അനുഭവിക്കാമെന്ന് മാത്രമല്ല, ഇത് ഒരുക്കിയ കുട്ടികളുടെ മനസ്സിൽ അത് വിശ്വാസ പരിശീലനത്തിൻ്റെ വ്യത്യസ്തമായ ഒരു രൂപമായി തീരുകയാണ്. ഒരു കാര്യം നമ്മൾ അവതരിപ്പിക്കാൻ പരിശ്രമിക്കുമ്പോൾ അത് ആഴത്തിൽ ഗ്രഹിക്കാനും നമുക്ക് സാധിക്കും. കുട്ടികൾ ഈ കാര്യങ്ങളെല്ലാം അവതരിപ്പിക്കുമ്പോൾ അവർക്കത് കൂടുതൽ വ്യക്തതയോടെ മനസ്സിലാക്കാനും അതുപോലെ തന്നെ ഗ്രഹിക്കാനും സാധിക്കും. എൻ്റെ പേര് ഫാദർ ജെയ്സൺ പുതുപ്പള്ളിൽ CST. ഞാൻ കല്ലൂർ കിഴക്ക് സെൻറ്റ് റാഫേൽ ഇടവക ദേവാലയത്തിലെ അസിസ്റ്റൻ്റ് വികാരിയായിട്ട് സേവനമനുഷ്ഠിക്കുന്നു. ഒരുപക്ഷെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മളൊക്കെ പഠിച്ചിട്ടുള്ള, കണ്ടിട്ടുള്ള, കേട്ടിട്ടുള്ള വിശ്വാസ യാഥാർത്ഥ്യങ്ങളെ ഒരു കുടക്കീഴിലേക്ക് ഒരുമിപ്പിക്കുവാനുള്ള ഒരു പരിശ്രമമാണ് ഇവിടെ നടത്തിയിട്ടുള്ളത്. പ്രപഞ്ചത്തിൻ്റെ ഉത്ഭവം മുതൽ വിവിധ സംഭവങ്ങളിലൂടെയും വിവിധ അനുഭവങ്ങളിലൂടെയും പ്രവാചകന്മാരുടെയും അല്ലെങ്കിൽ ദൈവജനത്തെ ദൈവം നയിച്ചതിൻ്റെയൊക്കെ ഓർമ്മപ്പെടുത്തലിലൂടെയൊക്കെ കടന്നു വന്ന് രക്ഷകനായി അവതരിച്ച മിശിഹായുടെ ജീവിതത്തിലൂടെ കടന്ന് മിശിഹ അനുഭവത്തിലൂടെ നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ ഓർമ്മകളെ ഒരിക്കൽ കൂടി മുന്നോട്ട് നയിച്ചുകൊണ്ട് ലോകത്ത് എമ്പാടും വളർന്നു നിൽക്കുന്ന ക്രിസ്തുവിൻ്റെ സഭയെ പ്രഘോഷിക്കുവാനും ആ സഭയുടെ വളർച്ചയുടെ പടവുകൾ ചൂണ്ടിക്കാണിക്കുവാനും ഉള്ള ഒരു പരിശ്രമത്തിൻ്റെ ഭാഗമായി കല്ലൂർ സെൻറ്റ് റാഫേൽ ഇടവക സമൂഹത്തിലെ പ്രിയപ്പെട്ട കുട്ടികളും അവരോടൊപ്പം തന്നെ അധ്യാപകരും മാതാപിതാക്കളുമൊക്കെ നീണ്ട ദിവസങ്ങളുടെ പരിശ്രമത്തിൻ്റെ ഫലമായി ചെയ്ത ഒരു ആവിഷ്കാരം മുൻപിൽ അവതരിപ്പിക്കുമ്പോൾ ഒത്തിരി സന്തോഷവും അഭിമാനവും തോന്നുക. ജെറുസലേം നശിച്ചപ്പോൾ ഹഗായാണ് ജെറുസലേം ദേവാലയത്തിൻ്റെ പുനരുദ്ധാനം ജനങ്ങളായി ചെയ്തത്. പിന്നെ നാഹും നിവായുടെ നാശം. പിന്നെ ജെറോമിയാണ് ഈ പ്രവാചകന്മാരുടെ ഏറ്റവും കൂടുതൽ ശക്തിയുള്ളവൻ. പിന്നെ മീക്ക ഈശോ ജനിച്ച സ്ഥലം ജെറുസലേം കൂട്ടിലും ഈശോ എല്ലാ പ്രപഞ്ചം സൃഷ്ടിച്ചു. ഈ എക്സിബിഷൻ നടത്തുന്നതിലൂടെ ഇപ്പം നമ്മുടെ ക്രൈസ്തവപരമായിട്ടുള്ള അതായത് ബൈബിളും അതുമാതിരി തന്നെ സഭയെ കുറിച്ചിട്ടും ഒക്കെ കുട്ടികൾക്ക് വളരെയധികം നന്നായിട്ട് കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ നമുക്ക് പ്രായമായവർക്കായാലും ഇതിനെക്കുറിച്ച് അറിയാത്ത ഒരുപാട് കഥകളും കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ബൈബിളിൽ. അപ്പം ആ ചരിത്രങ്ങളൊക്കെ കൂടുതൽ വിശദീകരിച്ച് നമുക്കിപ്പോൾ കുട്ടികളെ നമുക്ക് പറഞ്ഞു തരുമ്പോൾ നമുക്കത് കേൾക്കുമ്പോഴും നമുക്കത് അതായത് കുട്ടികൾക്ക് അത്ര അറിവുണ്ടല്ലോ എന്ന് നമുക്ക് മനസ്സിലാക്കാനൊക്കെ പറ്റും. ഈ ആധുനിക കാലഘട്ടത്തിലാണെങ്കിൽ നമുക്ക് പിള്ളേർക്ക് പല കാര്യങ്ങൾക്ക് അറിയില്ല. നമ്മുടെ സഭയെ കുറിച്ചിട്ടൊക്കെ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം ഇവരെ കൂടുതൽ നമ്മുടെ സഭയിലേക്ക് അടുപ്പിക്കാനും ക്രിസ്തു എന്താണെന്ന് അറിയാനും അങ്ങനെ അവർ നേരായ വഴിക്കൊക്കെ നയിക്കപ്പെടാനൊക്കെ ആയിട്ട് ഇങ്ങനത്തെ എക്സിബിഷൻസ് ഒക്കെ ഒരുപാട് ഉപകാരം ചെയ്യും. നമസ്കാരം, എൻ്റെ പേര് ഷിൻഡോ. ഞാൻ കല്ലൂർ കിഴക്കേ പള്ളിയിലെ 12ാം ക്ലാസ്സിലെ അധ്യാപകനാണ്. നമ്മൾ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ കുട്ടികൾ നമ്മളെ പഠിപ്പിക്കുക അല്ലെങ്കിൽ നമ്മളുമായിട്ട് ഡിസ്കസ് ചെയ്യുക, വരുന്ന വ്യക്തികൾക്ക് പറഞ്ഞു കൊടുക്കുക എന്നുള്ളൊരു വലിയ അനുഭവമായിരുന്നു ഇതിലുണ്ടായത്. പ്രത്യേകിച്ച് ഇതിന് വേണ്ടിയിട്ട്, ഈ ഒരു സ്റ്റാളിന് വേണ്ടിയിട്ട് ഏകദേശം ഒരു ഒരാഴ്ചയോളം ഇവർ സമയം ചെലവഴിച്ചിട്ടുണ്ട്. അതായത് രാത്രികളിലൊക്കെ 2 മണി 3 മണി വരെയൊക്കെ സമയം ചെലവഴിക്കുക. ഓരോ കാര്യങ്ങളും ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഈ അഡോറേഷൻ്റെ അരുളിക്ക് ഉണ്ടാക്കാനായ സമയമാണെങ്കിലും ബൈബിളാണെങ്കിലും സഭാ പാരമ്പര്യമാണെങ്കിലും അതുപോലെ ഓരോന്നാണെങ്കിലും ഓരോ ചെറിയ ഐറ്റം എടുക്കുമ്പോഴും നമ്മൾ മനസ്സിലാക്കുന്നത് വെച്ചാൽ അത്രയധികം സമയം അവർ അതിനുവേണ്ടി ചെലവഴിച്ചിട്ടുണ്ട്. ഓരോ എഫേർട്ടും ചെറിയ കാര്യങ്ങൾ, മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ പോലും അവർ നോക്കിക്കൊണ്ടാണ് ചെയ്തിരിക്കുന്നത്. എനിക്ക് അവർ പറയുന്നൊരു അനുഭവം എന്ന് പറയുന്നത്, അവർ പറഞ്ഞത് ഇതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാനായിട്ട്, തിരുസഭയെക്കുറിച്ച് മനസ്സിലാക്കാനായിട്ട്. കാരണം നമ്മൾ ബൈബിളിനെ കുറിച്ച് പഠിക്കുന്നുണ്ടെങ്കിലും തിരുസഭയെക്കുറിച്ച് കുറേ കാര്യങ്ങൾ അവർ പഠിക്കാനായിട്ടുള്ള അല്ലെങ്കിൽ അറിവ് കിട്ടാൻ സാഹചര്യങ്ങൾ കുറവായിരുന്നു. അപ്പോൾ ഇത് ശരിക്കും അവർ വളരെ മനോഹരമായിട്ട് അതിന് പഠിക്കാനും അതിനെ ഈ ഒരു സ്റ്റാളിലേക്ക് കൊണ്ടുവരാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട് അവർ. സുനാദോസാണ് 4th കോൺസ്റ്റാന്റിനോപ്പിൾ. അതെന്തുകൊണ്ടാണ് വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്നത്തെ കാലത്ത് ഈസ്റ്റേൺ ക്രിസ്ത്യൻസിനും വെസ്റ്റേൺ ക്രിസ്ത്യൻസിനും തമ്മിലൊരു കോൺഫ്ലിക്റ്റ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവരുടെ ഒരു യൂണിറ്റിയിൽ ഒരു ബ്രേക്ക് ഡൗൺ വന്നത്. അതാണ് ഈ ഒരു ഡിവൈഡഡ് മാപ്പ് വെച്ച് ഉദ്ദേശിക്കുന്നത്. അത് പരിഹരിക്കാൻ വേണ്ടിയായിരുന്നു 4th കോൺസ്റ്റാന്റിനോപ്പിൾ സുനാദോസ് ഉണ്ടായിരുന്നത്. ആണെന്നെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാവില്ല. കർത്താവ് നമ്മളെ മേച്ച് ആടുകളെ മേയ്ക്കുന്ന പോലെ നമ്മളെയും മേയ്ക്കും. കർത്താവിന് നമ്മളോട് ഒത്തിരി സ്നേഹമാണ്. എൻ്റെ പേര് ആൻ്റണി പൂങ്കാവനും സെൻറ്റ് മേരീസ് ചർച്ച് നോർത്ത് നന്ദിപുരം വിശ്വാസ പരിശീലന യൂണിറ്റിൻ്റെ പ്രിൻസിപ്പാളാണ്. 1ാം ക്ലാസ് മുതൽ SCC വരെയുള്ള കുട്ടികളുടെ കലാവാസനകളെ പ്രോത്സാഹിപ്പിക്കുന്നതിനും
നമ്മുടെ കുട്ടികളെ ക്രിസ്തീയ മൂല്യങ്ങളിൽ ഉയർത്തി നിർത്തുന്നതിനും അവരുടെ നമ്മുടെ പാരമ്പര്യത്തിൻ്റെയും അതിൻ്റെ പ്രതീകങ്ങൾ കുട്ടികളെ കാണിച്ചു കൊടുക്കുന്നതും കൂടി ആയപ്പോൾ കുട്ടികൾക്ക് അതിൽ നിന്നും മനസ്സിലാക്കാൻ പറ്റുന്ന ഒട്ടേറെ കാര്യങ്ങളുണ്ട്. അതവർ മനസ്സിലാക്കിയെടുക്കും. അവരെ ഇതിനു വേണ്ടി ഒരുക്കി നല്ല രീതിയിൽ തന്നെ എനിക്ക് തോന്നുന്നത് തൃശ്ശൂർ അതിരൂപതയിൽ തന്നെ മികച്ച ഒരു എക്സിബിഷനായിട്ട് വിശ്വാസ പരിശീലന യൂണിറ്റിനെ സംബന്ധിച്ചിടത്തോളം മികച്ചൊരു എക്സിബിഷനായിട്ട് നമ്മുടെ ഈ പള്ളി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് നോഹയുടെ പട്ടകം. നോഹ വെള്ളപ്പൊക്കത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയാണ് പട്ടകം ഉണ്ടാക്കിയത്. അവിടെ പലതരം മൃഗങ്ങളും പക്ഷികളും മനുഷ്യരും ഉണ്ടായിരുന്നു. നന്ദി. സമൂഹത്തിന്റെ സഭയുടെ നന്മയ്ക്ക് വേണ്ടി കുട്ടികളെ വളർത്തിയെടുക്കാനാണ് ഈ ഇടവകയിലെ വികാരിയച്ഛനും മധ്യാധ്യാപകരും മാതാപിതാക്കളും ലക്ഷ്യമിടുന്നത്. കുട്ടികൾ ആവിഷ്കരിച്ച ഈ ആവിഷ്കാരം അവരുടെ വിശ്വാസ ജീവിതത്തിന് വലിയ വഴിത്തിരിവായി തീരും. കല്ലൂർ ഈസ്റ്റ് സെന്റ് റാഫേൽ ചർച്ചിൽ നിന്നും ക്യാമറ പേഴ്സൺ അഖിലിനൊപ്പം മരിയ ജോയ് ഷെക്കേന ന്യൂസ്.